ഹായ് ഫ്രണ്ട്സ്, ഞാനിതാ കൊള്ളി പുഴുങ്ങാനുള്ള ഒരു സ്കീമിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊള്ളി ഇതാ തോല് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊള്ളിയും ചൂഞ്ഞമർക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നു ചായക്ക്, ഉച്ചതിരിഞ്ഞ് ചായക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാവട്ടെ എന്ന് കരുതി. അപ്പോൾ അത് കൊള്ളി ഞാൻ പുഴുങ്ങാനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ പൊളിച്ചിങ്ങനെ നല്ല വലിയ കഷ്ണങ്ങളാക്കി പുഴുങ്ങണവർക്ക് പുഴുങ്ങാട്ടോ. ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് പുഴുങ്ങാൻ. അപ്പോൾ അതെ കൊള്ളി നന്നാക്കി തന്നെ കലത്തിലിട്ട് ഉപ്പിട്ടിട്ട് തന്നെ വേവിക്കാൻ വെച്ചിട്ടിട്ടാ പുഴുങ്ങാനായിട്ട്. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ കൊള്ളിയൊക്കെ തിന്നിരിക്കാൻ ഒരു രസം. കുറേ നാളായി പിന്നെ കൊള്ളി പുഴുങ്ങി തിന്നിട്ട്. അപ്പോൾ അത് വെച്ചതിന് ശേഷം ചമ്മന്തി അരയ്ക്കാനായിട്ട് പച്ചമുളക് പൊട്ടിക്കാൻ പോകുന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള മുളകൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും. ചൂഞ്ഞ മുളക് കണ്ട ഈ മുളക് ഇത്തിരി വലിപ്പമുള്ള മുളകായിരുന്നു കേട്ടോ. എന്താണ് ഇപ്രാവശ്യം ഉണ്ടായപ്പോൾ ഇത്തിരി വലിപ്പം കുറഞ്ഞു മുളകിൻ്റെ കണ്ട. അപ്പോൾ മുളകൊക്കെ പൊട്ടിച്ച് ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ നിൽക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഉണ്ട്. അതുമ്മേ ഇങ്ങനെ ഇത്തിരി ഇത് വന്നു, കേട് വന്നു മുളക് തൈ. എന്നാലും കുഴപ്പമില്ല, നമുക്കുള്ള ആവശ്യത്തിലുള്ള മുളകൊക്കെ കിട്ടും. പിന്നെ വലിയ സൈസ് മുളകും ഉണ്ട് കേട്ടോ നിൽക്കുന്നുണ്ട്. പക്ഷെ ചമ്മന്തിക്ക് അരയ്ക്കുമ്പോൾ അങ്ങനെ വലിയ ടേസ്റ്റ് കിട്ടില്ല. ചൂഞ്ഞമുളക് ചമ്മന്തിയുടെ അത്ര ടേസ്റ്റ് ഒരു ചമ്മന്തിക്കും കിട്ടില്ല. അപ്പോൾ പിന്നെ ചൂഞ്ഞമുളക് തന്നെ മുഴുവൻ പൊട്ടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങളും കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ സാധാരണ കൊള്ളി പുഴുങ്ങിയതും ചൂഞ്ഞമുളക് ചമ്മന്തിയൊക്കെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചായക്ക് കൊള്ളി പുഴുങ്ങിയതാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചൂഞ്ഞമുളക് മുഴുവൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ചമ്മന്തിക്ക് ഉണ്ടാക്കണ ഏറ്റവും കൂടുതൽ എന്തായാലും ഇനി പഴുത്ത് പോകണ്ടെന്ന് വെച്ചിട്ട് പൊട്ടിച്ചപ്പോൾ അങ്ങനെ കൂടുതൽ പൊട്ടിച്ചു. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ തന്നെ ചമ്മന്തിക്കായിട്ട് തന്നെ കുറച്ച് ചുവന്നുള്ളിയും പുളിയും മുളകും കൂടിയിട്ട് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എൻ്റെ ചെറിയ അമ്മിക്കുഴയാണ് കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത് എന്തത്ര ചെറിയ അമ്മിക്കുഴാണ്. അതെന്താ വെച്ചാൽ ഇനിയിപ്പോൾ അത് അമ്മിക്കുഴയ്ക്ക് പെട്ടെന്ന് ഓറുണ്ട് ടൈലുമ്മിക്കൊക്കെ പോയി ടൈല് പൊട്ടണ്ടെന്ന് വെച്ചിട്ട് ഒരു കുഞ്ഞ് അമ്മിക്കുഴ വാങ്ങിച്ച് വെച്ചേക്കണം കേട്ടോ. ഞാൻ ചമ്മന്തി പിന്നെ അരയ്ക്കാനും പിന്നെ ഉള്ളി ചതയ്ക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ. ഒരു വിധമൊക്കെ നമ്മൾ മിക്സിയല്ലേ ഉപയോഗിക്കുക, അങ്ങനെ അരയ്ക്കല പരിപാടി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ കല്ലുമ്മലാണ് ചമ്മന്തിയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ പച്ചമുളക് ചമ്മന്തിയൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ചതച്ച് അരച്ച് കല്ലുമ്മ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഈ കുഞ്ഞിയെ കല്ലുകൊണ്ടാണ് ഇട്ട് അരയ്ക്കണത്. വലിയ അമ്മിക്കുഴയുണ്ട്, അതങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഉരുണ്ട് വീണിട്ട് ടൈലുമ്മയ്ക്കൊക്കെ വീണാച്ചപ്പോൾ ടൈല് പൊട്ടിയാലോ എന്ന് പേടിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കൊള്ളി പുഴുങ്ങിയത് എന്തായെന്നൊന്ന് നോക്കി നോക്കണം, ചായയും വെക്കണം. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരയ്ക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തില്ല, അത് കാരണം കൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർത്തി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് അടിപൊളി ചമ്മന്തിയായി. അങ്ങനെ പിന്നെ നമ്മുടെ ഈ കൊള്ളി പുഴുങ്ങാൻ വെച്ചതൊക്കെ എന്തായിരുന്നു നോക്കാനായിട്ട് അത് മുറ്റത്ത് അവിടെ വെച്ചേക്കണത് പുറത്ത് അടുപ്പമ്മ. അപ്പോഴേക്കും തന്നെ ചായ കലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ തിളച്ചു വിട്ടാ. അപ്പോൾ ഈ ചായ ചൂടാറാൻ വെച്ചിട്ട് വേണം കൊള്ളി പുഴുങ്ങിയതെടുക്കണമെങ്കിൽ. അപ്പോൾ കൊള്ളിയുടെ അവിടേക്ക് ചെന്നപ്പോൾ കൊള്ളി ഏതാണ്ട് തിളച്ച് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കൊള്ളി വേവാറായിട്ടുണ്ട് എന്തായാലും. ഇപ്പോൾ ചമ്മന്തി അരയ്ക്കണ ടൈമും ചായ തിളയ്ക്കണ ആ ഒരു സമയമൊക്കെ വന്ന കാരണം കൊണ്ട് എന്തായാലും കൊള്ളി വെന്ത് കാണുമെന്ന് വിചാരിക്കുക. അപ്പം ഇത് നമ്മുടെ ബാക്കിൽ പാടാണ് കേട്ടോ. കണ്ട ബാക്ക് സൈഡ് ഞങ്ങൾക്ക് പാടാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കൊള്ളി ഏതാണ്ടൊക്കെ സെറ്റായിന്ന് തോന്നുന്നുണ്ട് എനിക്ക് കണ്ടിട്ട്. അപ്പോൾ അത് ഇടാനായിട്ട് കൊള്ളി വേവിച്ചത് നമ്മുടെ വാഴയിലിട്ടിട്ട് അങ്ങോട്ട് കഴിക്കാനുള്ള ഒരു പൂതി. അപ്പോൾ വാഴയുടെ ഇല മുറിച്ചെടുക്കുക. നമ്മുടെ വാഴ കുലച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഹൈറ്റ് കുറഞ്ഞ വാഴയാട്ടാ, നല്ല വാഴയാണ്. ഞാലിപ്പൂവനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വാഴയിലൊക്കെ കീറി അപ്പോഴേക്കും കൊള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊള്ളി പുഴുങ്ങിയത് നേരം ഞാൻ
പ്ലേറ്റിലിട്ടിട്ട് കഴിക്കാനുള്ള സ്കീമിൽ നിൽക്കുക. അപ്പോൾ ചൂടാറാനായിട്ട് വലിയ പരന്ന പ്ലേറ്റ് തന്നെ ഞാൻ എടുത്തിട്ടാ. അത് കൊള്ളി മുഴുവൻ ഞാൻ തിന്നു നിങ്ങൾ വിചാരിക്കല്ലേ. അത് മൊത്തം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പാത്രത്തിലിങ്ങനെ പകർത്തി വെച്ചതാണ്. അപ്പോൾ ചേട്ടന് മോനൊക്കെ അതിൽ നിന്ന് എടുത്ത് കഴിക്കാമല്ലോ, അത് വിചാരിച്ചിട്ട് മൊത്തം ഒരു പ്ലേറ്റിലിട്ടു എന്നുള്ളൂട്ടാ. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മുടെ ഈ ചമ്മന്തി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചമ്മന്തി അങ്ങോട്ട് വെതറി കൊടുത്തു ഈ കൊള്ളി പുഴുങ്ങിയതിൽ. അങ്ങനെ അതങ്ങോട്ട് കഴിക്കാനുള്ള സ്കീമിൽ നിൽക്കുക. അപ്പോൾ കണ്ട എന്താ ഭംഗിയാണല്ലേ നമ്മുടെ ചമ്മന്തിയും കൊള്ളിയും. കണ്ടാ ഒരു പ്രത്യേക ടേസ്റ്റിന് കേട്ടോ. നമ്മുടെ പണ്ടത്തെ വിഭവങ്ങളില്ലേ, അതൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാ. പണ്ട് അച്ചാച്ചനും അച്ചമ്മയ്ക്കുള്ള കാലത്ത് ഒക്കെ അവർ ഇതാണ് ഉണ്ടായിരുന്നത്, ചായക്കൊക്കെ ചെയ്യുക. അപ്പോൾ കണ്ട പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ ഈ കൊള്ളി പുഴുങ്ങിയതും ചായയും കൂടിയിട്ട് കട്ടൻ ചായ ഞാൻ അരുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ ചൂടാക്കി അരുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാന്ന് പറയും.